എൻ്റെ പേര് അബിൻ. എനിക്ക് 27 വയസ്സാണ്. വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയുമാണ് ഉണ്ടായിരുന്നത്. ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയാൽ വൈകിട്ട് 6:30 തിരിച്ചെത്തും. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം ബൈക്കാണ്, പ്രത്യേകിച്ച് രാത്രി ബൈക്ക് ഓടിക്കുന്നത്. പകല് റോഡിൽ എത്ര തിരക്കുണ്ടായാലും രാത്രി 12 മണിക്ക് ശേഷം അതേ റോഡിലൂടെ ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. ബൈക്കിൻ്റെ എൻജിൻ സൗണ്ടും റോഡിലെ സ്ട്രീറ്റ് ലൈറ്റും പിന്നെ ഇടയ്ക്കിടെ കടന്നു പോകുന്ന ഒന്നോ രണ്ടോ വാഹനങ്ങൾ, അതായിരുന്നു എനിക്കിഷ്ടം. എൻ്റെ കൈവശം ഒരു പഴയ യമഹയുടെ എഫ്സെറ്റ് ആയിരുന്നു. പുതിയതല്ല, ഏകദേശം 5 വർഷം പഴക്കമുള്ള ബൈക്ക്. പക്ഷേ ഞാൻ അതിനെ വളരെ നന്നായി നോക്കിയിരുന്നു. സർവീസ് എല്ലാം വളരെ കൃത്യമായി ചെയ്യുമായിരുന്നു. ടയറും ബ്രേക്കും ഓയിലും ചെയിനും എല്ലാം വളരെ ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈക്കിനെ കുറിച്ച് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കോൺഫിഡൻസ് മുഴുവൻ മാറിപ്പോയ ഒരു രാത്രി ഉണ്ടായി. അന്ന് ഞാൻ ഒറ്റക്കായിരുന്നു. അന്ന് ഒരു വെള്ളിയാഴ്ചയാണ്. ഓഫീസിൽ കുറച്ചധികം ജോലി ഉണ്ടായിരുന്നതിനാൽ ഞാൻ വൈകിയാണ് ഇറങ്ങിയത്. സമയം നോക്കിയപ്പോൾ രാത്രി 10:48. ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. അമ്മേ, ഞാൻ ഇറങ്ങി. എപ്പോഴാണ് എത്തുക? 1 മണിക്കൂർ എടുക്കും. വേഗത്തിൽ വരണ്ട. ശരി, അമ്മ ഫോൺ വെച്ചു. ഞാൻ ഹെൽമെറ്റ് ധരിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എൻജിൻ സ്മൂത്ത് ആയിരുന്നു. ഓഫീസ് പാർക്കിങ്ങിൽ നിന്ന് ബൈക്ക് പുറത്തേക്ക് എടുത്തു. ആദ്യത്തെ അരമണിക്കൂറൊന്നും സംഭവിച്ചില്ല. റോഡിൽ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടകൾ പലതും തുറന്നിരുന്നു. ടീ ഷോപ്പുകളിൽ ആളുകൾ ഇരിക്കുന്നു. പെട്രോൾ പമ്പുകളിലും നല്ല തിരക്ക്. എല്ലാം സാധാരണ. പക്ഷേ ഏകദേശം 11:30 കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൻ റോഡ് വിട്ട് ഒരു ഷോർട്ട് കട്ട് എടുത്തു. അത് എൻ്റെ സ്ഥിരം വഴിയല്ലായിരുന്നു. ഗൂഗിൾ മാപ്പ് കാണിച്ച ഒരു വഴി. ആ വഴി ഏകദേശം 10 കിലോമീറ്റർ കുറവായിരുന്നു. പക്ഷേ ആ ഷോർട്ട് കട്ടായിരുന്നു ആ രാത്രിയിലെ എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. മെയിൻ റോഡ് വിട്ട് ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ റോഡ് ശൂന്യമായി. ഇരുവശത്തും മരങ്ങൾ. ചില സ്ഥലങ്ങളിൽ വീടുകൾ പോലുമില്ല. മിക്ക ഭാഗത്തും ഇരുട്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ ലൈറ്റും പ്രവർത്തിക്കുന്നില്ല. ഒന്ന് തെളിയും, അടുത്തത് കെട്ടുപോകും, വീണ്ടും മറ്റൊന്ന് തെളിയും. ഞാൻ സ്പീഡ് കുറച്ചു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ചെറിയ വെളിച്ചം കണ്ടത്. ഒരു ബൈക്ക് എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ. ആദ്യം ഞാൻ അതത്ര കാര്യമാക്കിയില്ല. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ സ്പീഡ് 50 ആക്കി. പിന്നിലെ ബൈക്കും സ്പീഡ് കുറച്ചു. ഞാൻ വീണ്ടും 60 ആക്കി. അതും 60 തന്നെ. എനിക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നി. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ബൈക്ക് എന്നെ ഓവർടേക്ക് ചെയ്തു. ഒരു ബ്ലാക്ക് ബൈക്ക്. റൈഡർ ഒരു ബ്ലാക്ക് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ജാക്കറ്റും. നമ്പർ പ്ലേറ്റ് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവൻ എന്നെ കടന്നുപോയ ശേഷം കുറച്ചു ദൂരം മുന്നിൽ പോയി. പിന്നെ അവൻ അപ്രതീക്ഷനായി. ഞാൻ അത്ഭുതപ്പെട്ടു. റോഡ് നേരെയായിരുന്നു. അവനെവിടെയും തിരിഞ്ഞിട്ടില്ല. എങ്കിലും ബൈക്ക് കാണാനില്ല. വേറെ വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാകും, ഞാൻ മനസ്സിൽ പറഞ്ഞു. അത്രമാത്രം. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ റൂട്ട് വീണ്ടും മാറിയിരുന്നു. ഞാൻ ബൈക്ക് സൈഡിലേക്ക് നിർത്തി ഫോൺ എടുത്തു നോക്കി. നെറ്റ്വർക്കിൽ ഒരു ബാർ മാത്രം. മാപ്പ് കാണിക്കുന്ന വഴി ഒരു ചെറിയ റോഡിലേക്കാണ്. ഞാൻ കുറച്ചു നേരം ആലോചിച്ചു, തിരിച്ച് മെയിൻ റോഡിലേക്ക് പോകണോ. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വാഹനത്തിൻ്റെ ഹോൺ കേട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. റോഡ് ശൂന്യം. എൻ്റെ ഹൃദയം ഒന്ന് വേഗത്തിലിടിക്കാൻ തുടങ്ങി. കാറ്റിൽ എന്തെങ്കിലും ശബ്ദം കേട്ടതായിരിക്കും. ഞാൻ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ റോഡ് കൂടുതൽ മോശമായി. ടാർ ചെയ്ത റോഡ് അവസാനിച്ചു. കല്ലും മണ്ണും കലർന്ന വഴി. ഗൂഗിൾ മാപ്പ് അതേ വഴി തന്നെ കാണിക്കുന്നു.
ഞാൻ ഫോണെടുത്ത് മാപ്പ് നോക്കി. ഡെസ്റ്റിനേഷൻ 18 മിനിറ്റ്. ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ബൈക്ക് തിരിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ പിന്നിൽ വീണ്ടും അതേ ബ്ലാക്ക് ബൈക്ക്. ഇത്തവണ വളരെ അടുത്ത്. ഞാൻ ഞെട്ടി. അവൻ ബൈക്കിലിരിക്കുകയായിരുന്നു. ഹെൽമെറ്റും ധരിച്ചിട്ടുണ്ട്. എന്നെ നോക്കുന്നത് പോലെ തോന്നി. ഞാൻ കൈ ഉയർത്തി ചോദിച്ചു, ചേട്ടാ, മെയിൻ റോഡ് എങ്ങോട്ടാ? അവനൊന്നും പറഞ്ഞില്ല. കൈകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രം ഒരു സിഗ്നൽ തന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, മെയിൻ റോഡ് എങ്ങോട്ടാ? അവൻ വീണ്ടും മുന്നോട്ട് പോകാനുള്ള സിഗ്നൽ തന്നു. പിന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ മുന്നിൽ പോയി. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാനും അവൻ്റെ പിന്നാലെ പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനൊരു വളവിൽ തിരിഞ്ഞു. ഞാനും ആ വളവ് തിരിഞ്ഞു. അവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് കടന്നതോടെ അവൻ ബൈക്ക് നിർത്തി. ഞാനും നിർത്തി. അവൻ പിന്നിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ആദ്യമായി അവൻ്റെ ശബ്ദം കേട്ടു, ഇവിടെ നിന്ന് പോകരുത്. ഞാൻ ഹെൽമെറ്റ് ഉള്ളിൽ നിന്ന് ചോദിച്ചു, എന്താ? അവനൊന്നും പറഞ്ഞില്ല. വീണ്ടും പറഞ്ഞു, തിരിച്ചു പോകൂ. ഞാൻ ചുറ്റും നോക്കി. എന്താ പ്രശ്നം? അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം തൻ്റെ ബൈക്ക് തിരിച്ച് ഞാൻ വന്ന വഴിയിലേക്ക് പോയി. അവൻ പോയതോടെ ഞാൻ അവിടെ കുറച്ചു നേരം നിശ്ചലമായി നിന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നു. ഞാൻ ബൈക്ക് തിരിച്ച് പോകാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബൈക്ക് പെട്ടെന്ന് ജെർക്ക് ചെയ്തു. എൻജിൻ പവർ കുറഞ്ഞതുപോലെ. ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടും RPM ഉയരുന്നില്ല. വീണ്ടും കൊടുത്തു. ബൈക്ക് സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഫ്യൂവലിൻ്റെ പ്രശ്നമാണോ? മീറ്റർ നോക്കി. ഫ്യൂവല് ഹാഫ് ടാങ്കോളമുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ പ്രോബ്ലം വല്ലതുമായിരിക്കും. ഞാൻ ബൈക്ക് സൈഡിലേക്ക് നിർത്തി എൻജിൻ ഓഫ് ചെയ്തു. ഫോൺ എടുത്ത് നോക്കി. നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ മാത്രമാണ് എനിക്ക് ശരിക്കും പേടി തോന്നിയത്. ചുറ്റും നോക്കി. ഒരു വീട് പോലുമില്ല. ഒരു കടയും ഒരു മനുഷ്യനും ഒന്നുമില്ല. മുഴുവൻ ഇരുട്ട്. ഞാൻ ബൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. സ്റ്റാർട്ടായില്ല. വീണ്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ബൈക്കിൻ്റെ എൻജിൻ സൗണ്ട് കേട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കി. ദൂരത്തൊരു ഹെഡ്ലൈറ്റ്. അത് വേഗത്തിൽ അടുത്തേക്ക് വരുന്നു. എൻ്റെ മനസ്സിലൊരു ആശ്വാസം വന്നു. അത് ആ ബ്ലാക്ക് ബൈക്ക് ആയിരിക്കും. പക്ഷേ ഹെഡ്ലൈറ്റ് അടുത്തെത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, അത് ബ്ലാക്ക് ബൈക്ക് അല്ല, ഒരു വലിയ ബൈക്ക്. ബൈക്കിൽ 2 റൈഡർമാരുണ്ട്. അവർ എന്നെ കടന്നുപോയി. ഞാൻ കൈ ഉയർത്തി. എങ്കിലും അവർ നിർത്തിയില്ല. അവർ പോയതിനു ശേഷം വീണ്ടും ഇരുട്ട്. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ എൻജിൻ സ്റ്റാർട്ടായി. ഞാനുടൻ ബൈക്കെടുത്ത് മുന്നോട്ട് പോയി. സ്പീഡ് 70-ന് മുകളിലായി. എനിക്ക് ആ സ്ഥലം എത്രയും വേഗം വിട്ടുപോകണമെന്നായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് വീണ്ടും ഹെഡ്ലൈറ്റ്. ഞാൻ മിററിലൂടെ നോക്കി. ഒരു ബൈക്ക്, ബ്ലാക്ക് ഹെൽമെറ്റും ബ്ലാക്ക് ജാക്കറ്റും. അതേ റൈഡർ. എൻ്റെ കൈകൾ തണുത്തു. അവൻ എന്നെ ഫോളോ ചെയ്യുന്നു. ഞാൻ സ്പീഡ് കൂട്ടി. അവനും കൂട്ടി. ഞാൻ മുന്നിൽ കാണുന്ന ചെറിയ വളവിലേക്ക് ബൈക്ക് തിരിച്ചു. അവൻ പിന്നിൽ തന്നെ. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അവൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് മാത്രം കാണാം. നമ്പർ പ്ലേറ്റ് കാണുന്നില്ല. ഞാൻ വീണ്ടും മിറർ നോക്കി. ഇത്തവണ അവനില്ല. റോഡ് ശൂന്യം. ഞാൻ ബൈക്ക് നിർത്തി. ഹെൽമെറ്റിനുള്ളിൽ വിയർപ്പ്. ഹൃദയം ശക്തമായി ഇടിക്കുന്നു. ഇതെന്താണ്? ഞാൻ സ്വയം ചോദിച്ചു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. അമ്മ. ഞാൻ ഉടനെ ഫോൺ എടുത്തു. ഹലോ. മറുപടിയില്ല. അമ്മേ. വീണ്ടും സൈലൻസ്. പിന്നെ ഒരു ശബ്ദം. റഹ്മാൻ. ഞാൻ ഞെട്ടി. അത് എൻ്റെ അമ്മയുടെ ശബ്ദമല്ലായിരുന്നു. ഞാൻ കോള് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ശബ്ദം ഞാൻ കുറച്ചു നേരം മുമ്പ് കേട്ട ബ്ലാക്ക് ബൈക്ക് റൈഡറിൻ്റെ ശബ്ദം തന്നെയായിരുന്നു. ഞാനുടൻ മെയിൻ റോഡ് കണ്ടെത്താൻ ശ്രമിച്ചു. ഗൂഗിൾ മാപ്പ് തുറന്നു. നെറ്റ്വർക്ക് തിരിച്ചു വന്നിരുന്നു.
മാപ്പ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. ഞാനുണ്ടായിരുന്ന സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ 30 മിനിറ്റായി സഞ്ചരിച്ചിട്ടും മാപ്പിൽ ലൊക്കേഷൻ വലിയ മാറ്റമൊന്നും കാണിക്കുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാനൊരു ലൂപ്പിൽ പെട്ടിട്ടുണ്ട്. അതേ റോഡ്, അതേ വളവും, അതേ ബ്രിഡ്ജും, അതേ പൊട്ടിയ സ്ട്രീറ്റ് ലൈറ്റും എല്ലാം വീണ്ടും വീണ്ടും. ഞാൻ ബൈക്ക് നിർത്തി. ഇത്തവണ പിന്നിലേക്ക് നോക്കിയില്ല. ഫോണിൻ്റെ ടോർച്ച് ഓൺ ചെയ്തു. മാപ്പ് നോക്കി. ഒരു ചെറിയ സൈഡ് റോഡ് മാത്രം കാണിച്ചു തന്നു. അത് മെയിൻ റോഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആ വഴി എടുത്തു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൂരത്തൊരു വെളിച്ചം കണ്ടു. ഒരു പെട്രോൾ പമ്പ്. ഞാൻ അവിടെ എത്തുമ്പോൾ സമയം 1:07 ആയി. ബൈക്ക് പമ്പിൻ്റെ മുന്നിൽ നിർത്തി. ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പുറത്തേക്ക് വന്നു. എന്തു പറ്റി? ഞാനൊന്നും മറച്ചു വെച്ചില്ല. എല്ലാം പറഞ്ഞു. ബ്ലാക്ക് ബൈക്കും ആ ബ്രിഡ്ജും ഫോളോ ചെയ്തതും ലൂപ്പിൽ പെട്ടതുപോലുള്ള റോഡും. അയാൾ കുറച്ചു നേരം എന്നെ നോക്കി. പിന്നെ ചോദിച്ചു, നീ ഏത് വഴിയിലൂടെയാണ് വന്നത്? ഞാൻ റൂട്ട് പറഞ്ഞു കൊടുത്തു. അയാൾ ഒന്നും പറയാതെ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ആ വഴി രാത്രി പോകാറില്ല. എന്തുകൊണ്ട്? അയാൾ മറുപടി പറയാതെ പെട്രോൾ പമ്പിൻ്റെ അകത്തേക്ക് നോക്കി. പിന്നെ പറഞ്ഞു, നീ ഒറ്റക്കായിരുന്നോ? അതെ. ആ ബ്ലാക്ക് ബൈക്ക് കണ്ടോ? എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. എങ്ങനെ അറിയാം? അയാൾ പതുക്കെ പറഞ്ഞു. ഇന്നല്ല, ആ വഴിയിൽ പലർക്കും അത് കണ്ടിട്ടുണ്ട്. ഞാനൊന്നും ചോദിച്ചില്ല. അവിടെ നിന്ന് മെയിൻ റോഡ് വരെ അയാൾ എനിക്ക് വഴി പറഞ്ഞു. രാവിലെ ഏകദേശം 2:30 മണിയോടെ ഞാൻ വീട്ടിലെത്തി. ഗേറ്റ് തുറന്ന് ബൈക്ക് അകത്തേക്ക് കയറ്റി. എൻജിൻ ഓഫ് ചെയ്തു. ഹെൽമെറ്റ് അഴിച്ചു. അച്ഛനും അമ്മയും ഉറങ്ങുകയായിരുന്നു. ഞാൻ നേരെ മുറിയിലേക്ക് പോയി. കിടക്കയിൽ കിടന്നെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ രാത്രി നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ വന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ ബൈക്കെടുത്ത് വർക്ക്ഷോപ്പിലേക്ക് പോയി. മെക്കാനിക്ക് വണ്ടി പരിശോധിച്ചു. ബൈക്കിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്നലെ എൻജിന് പവർ പോയിരുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ല. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എൻജിൻ പെർഫെക്റ്റ് ആണ്. അന്ന് വൈകിട്ട് ഞാൻ ബൈക്കിൻ്റെ റിയർ സൈഡ് ഒന്ന് വൃത്തിയാക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്പർ പ്ലേറ്റിൻ്റെ താഴെ ഒരു ചെറിയ കറുത്ത പാട് കണ്ടത്. ഞാനതൊരു ക്ലോത്ത് കൊണ്ട് തുടച്ചു. പാട് മാറിയില്ല. അടുത്തെത്തി നോക്കിയപ്പോൾ അതൊരു കൈവിരലിൻ്റെ അടയാളം പോലെ തോന്നി. ഞാനുടൻ കൈ പിൻവലിച്ചു. പിന്നെ ഒരിക്കലും ആ ഷോർട്ട് കട്ട് വഴി ഞാൻ രാത്രി ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇന്നും ബൈക്ക് റൈഡ് പോകാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. രാത്രിയിൽ പിന്നിൽ നിന്ന് വരുന്ന ഒരു ബൈക്ക് എന്നെ ഫോളോ ചെയ്യുന്നതായി തോന്നിയാൽ ഞാൻ മിറർ നോക്കില്ല, സ്പീഡും കൂട്ടില്ല. അവൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം ആ രാത്രി ആ ബ്ലാക്ക് ബൈക്ക് റൈഡർ എന്നെ പേടിപ്പിച്ചതിനേക്കാൾ കൂടുതൽ അവൻ അവസാനം പറഞ്ഞൊരു വാക്കാണ് ഇന്നും എൻ്റെ മനസ്സിൽ. തിരിച്ചു പോ. അവൻ ആരായിരുന്നു എന്നെനിക്കറിയില്ല. അവൻ എന്നെ പിന്തുടരുന്നത് എന്തിനാണെന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പാണ്. ആ രാത്രി ഞാൻ അവൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നില്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.